വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 4 കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ദ ഹെറോഫൻ എന്നുള്ള കാർഡാണ്. ഹെറോഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ, മറ്റുള്ളവർക്ക് നോളജ് ഷെയർ ചെയ്യണ ഒരു വ്യക്തി. അപ്പോൾ അടുത്ത കാർഡ് എന്താണ്? അത് 10 ഓഫ് വാൻഡ്സ് ആണ്. 10 ഓഫ് വാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കരിയറിൽ അവർക്ക് ഓവർ റെസ്പോൺസിബിലിറ്റി, ഓവർ ബർഡൻ കാരണം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. അത് മതിയായി എന്നുള്ളൊരു തോന്നൽ, അമിതഭാരം കൊണ്ടും അമിതമായ ജോലി കൊണ്ടും വളരെയധികം ക്ഷീണിച്ചു. അപ്പോൾ ഈ ഒരു കാർഡ് തന്നെ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് എന്താ? 10 ഓഫ് സോർഡ്സ് ആണ്. 10 ഓഫ് സോർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസരത്തിൽ ഒരു വഞ്ചന നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തേറ്റതുപോലെ ഒരു അടിത്തറ ഇളകുന്ന അവസരം, അതല്ലെങ്കിൽ തൊഴിൽ നഷ്ടം, വേദനാജനകമായ ഒരു നഷ്ടം. അതാണ് ഈ 10 ഓഫ് സോർഡ്സ് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ അവസരങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അത് തന്നെയാണ് അടുത്ത കാർഡ് പറയുന്നത്, ഏസ് ഓഫ് വാൻഡ്സ്. അതായത് പുതിയ ജോലി, പുതിയ ബിസിനസ് ഓഫറൊക്കെ നിങ്ങളിലേക്ക് വരുന്ന കാലഘട്ടമാണ്. വെല്ലുവിളികളുണ്ടാവും. അതിനെ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ പുതിയ ജോലിയിലാണെങ്കിലും പുതിയ അവസരത്തിലാണെങ്കിൽ ബിസിനസ് ഓഫറിലാണെങ്കിലും നിങ്ങൾക്ക് ഗണ്യമായ മാറ്റം, അതായത് ഒരു മുന്നേറ്റം വരുന്ന കാലഘട്ടത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ആ പുതിയ അവസരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഏസ് ഓഫ് വാൻഡ്സ് എന്നുള്ള കാർഡ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.